Students, now we are going to prove a theorem called the nested intervals properties. Nested intervals property. Nested intervals common points ഉണ്ടാകുന്ന question and കഴിഞ്ഞ വീഡിയോസിൽ ചോദിച്ചിരുന്നു അതിനുള്ള ആൻസർ ആണ് nested intervals property. If in equal to closed interval a and bn എല്ലാ nested intervals closed ആണോ നിർബന്ധമില്ല. ഒരു എറർ സംഭവിച്ചിരുന്നു. nested interval ഡിഫൈൻ ചെയ്തപ്പോൾ n element of z എന്ന് ഞാൻ പറഞ്ഞിരുന്നു. n element of n എന്ന് കറക്റ്റ് ചെയ്ത് വായിക്കാം. ഡിഫൈൻ ചെയ്തപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു എറർ സംഭവിച്ചു. is a nested sequence of closed and is a nested sequence of എല്ലാ nested sequenceനും ഈ closed symbol ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് closed and bounded intervals ആയതുകൊണ്ടാണ്. sequence of closed and bounded intervals. closed and bounded intervals ന്റെ nested sequence എടുക്കുകയാണെങ്കിൽ അതിനൊരു കോമൺ പോയിന്റ് ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. closed 0 1 by n അതിന് നമ്മൾ 0 എന്നൊരു കോമൺ പോയിന്റ് ഉണ്ട്. അതേസമയം ഓപ്പൺ 0 1 by n സെയിം ഇന്റർവൽസ് ഓപ്പൺ ആക്കിയപ്പം കിട്ടിയില്ല. if in equal to closed interval a and bn is a nested sequence of closed and bounded intervals, then there exists a common point. അതൊരു റിയൽ നമ്പർ ആയിരിക്കും. then there exists psi എന്ന നമ്പറിനെ ഞാൻ വിളിക്കുകയാണ്. psi element of the real line. there exists psi element of R such that common point ആയിരിക്കും എല്ലാ ഇന്റർവെല്ലിലും ഉണ്ടായിരിക്കും. such that psi element of all intervals എല്ലാ ഇന്റർവെല്ലിനെ I n എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. psi element of I n for all n. this is called the nested interval property. എല്ലാ nested intervalsനും കോമൺ പോയിന്റ് ഇല്ല. nested intervalsൽ ഉള്ളത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽസ് ആണെങ്കിൽ അതിനൊരു കോമൺ പോയിന്റ് ഉണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നെസ്റ്റഡ് ഇന്റർവൽസ് നിങ്ങൾക്കറിയാം. I n എന്ന് പറയുന്നത് a n ഉം b n ഉം n പോയിന്റ്സ് ആയിട്ടുള്ളത്. അപ്പൊ I1 എന്ന് പറയുന്നത് a1 ഉം b1 ഉം n പോയിന്റ്സ് ആയിട്ടുള്ളത്. ഇതാണ് I1. ഇത് ഞാൻ ആദ്യം വരച്ചിരിക്കുന്നതാണ് I1. I2 വരുമ്പോ എന്നാ a2 b2 അതിനകത്താ. ചിലപ്പോ a1 എന്ന് പറയുന്നത് a2 ഈക്വൽ ആകാം. a2 b2 ഇനി n പോയിന്റ്സ് കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തോളണം. a2 b2 ഇത് നമ്മളുടെ I2 ആണ്. a1 a2 ഈക്വൽ ആകാം. നമ്മൾ 0 1 by n പറഞ്ഞപ്പോൾ 0 1 0 1 by 2 ലെഫ്റ്റ് n പോയിന്റ് ഈക്വൽ ആയി. ചിലപ്പോൾ റൈറ്റ് n പോയിന്റ് ഈക്വൽ ആകാം. n ഇൻഫിനിറ്റി പറഞ്ഞെടുത്ത് സംഭവിച്ചതുപോലെ. പക്ഷെ എങ്ങനെയാണെങ്കിലും സബ്സെറ്റ് ഓർ ഈക്വൽ ടു I1 is അല്ല സൂപ്പർ ഏറ്റവും ആദ്യം പറയുന്നത് ഏറ്റവും വലുത്. I1 is a superset of I2 is a I1 superset of I2 superset of etc. In superset of In plus 1 etc. ഇതാണ് നമ്മളുടെ നെസ്റ്റഡ് ഇന്റർവൽസ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ. അപ്പോൾ A3 B3 വന്നാൽ ചിലപ്പോൾ A2 A3 ഈക്വൽ ആകാം. അല്ലെങ്കിൽ B2 ഉം B3 ഉം ഈക്വൽ ആകാം. B1 B2 B3 എല്ലാം ഒന്നായെന്ന് വരാം. മറ്റേ സൈഡ് വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ഏറ്റവും ആദ്യം പറഞ്ഞത് ഏറ്റവും വലുത്. പിന്നെയുള്ളത് അതിനകത്ത് ചില n പോയിന്റ്സ് ചിലപ്പോൾ ഈക്വൽ ആയി എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മേലാന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാം. ഇതാണ് നമ്മളുടെ nested sequence of intervals. that means ഒരു in എടുത്താൽ in is a subset of I1 superset of In എന്ന് പറയാം. അല്ലെങ്കിൽ In is a subset of I1. എല്ലാ INകളും അല്ലെ അകത്തകത്തല്ലേ വരുന്നേ. ഇനിയുള്ളതെല്ലാം ഇതിനകത്താ. എല്ലാ I1ന്റെ സബ്സെറ്റ് ആണ്. In is a subset of I1 for all n എന്ന് നമുക്ക് എഴുതത്തില്ലേ. for all n element of n. that implies A n B n ആണ് In ന്റെ നൊട്ടേഷൻ. A n B n is a subset of A1 B1. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എപ്പോഴാണ് സബ്സെറ്റ് കൊണ്ട് പോയിന്റിന്റെ ഓർഡർ എങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ A n B n is a subset of A1 B1. ഇതൊക്കെ അറിയാൻ വേണ്ടിയാണത്. A n B n is a subset of A1 B1 എന്ന് പറയുന്നത്. A n B n അകത്ത്
ദിസ് ഈസ് എൻ, ദിസ് ഈസ് ബിഎൻ. പുറത്ത് A1 ഉം B1. വേണമെങ്കിൽ A1 ANനോട് ഈക്വൽ ആകാം, B1 BNനോട് ഈക്വൽ ആകാം. അപ്പോൾ ഇങ്ങനെയാണ് പോയിന്റ്സിന്റെ ഓർഡർ. A1 AN BN B1. A1 AN ഈക്വൽ ആകാം, BN B1 ഒക്കെ ഈക്വൽ ആകാം. AN BN ഈക്വൽ ആയ ഇന്റർവെല് ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ, അങ്ങനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം, ഇതകത്താകണ്ടേ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 എന്ന് പറയാം. AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 ഫോർ ഓൾ n എലമെന്റ് ഓഫ് n. എല്ലാ ANകളും B1നേക്കാൾ ചെറുതാണ്. ഏറ്റവും പുറത്തെ ഇന്റർവെലാണ് B1. നമുക്ക് നെസ്റ്റഡ് ഫാമിലി നോക്കി അറിയാം. ഇനി ഇതിന്റെ അകത്തേക്കേ വരുള്ളൂ, പുതിയ ഇന്റർവെൽസിനകത്തേക്കേ വരുള്ളൂ, ഇതിനകത്തകത്തേ വരുള്ളൂ. അപ്പോൾ ഇതിനകത്തകത്തേ വരുള്ളൂ എന്ന് പറയുമ്പോൾ, പുതിയ ഇന്റർവെൽസ് ഇതിനകത്തേ വരുള്ളൂ എന്ന് പറയുമ്പോൾ A1 B1 ആണ് ഏറ്റവും വലിയ ഇന്റർവെൽ. B1 ആണ് ഇതിൽ ഏറ്റവും വലുത്. AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 ഫോർ ഓൾ n. ആൻഡ് B1 ഫൈനൈറ്റ്. B1 ഫൈനൈറ്റ് ആയിരിക്കും. എല്ലാ ഇന്റർവെൽസും ബൗണ്ടഡ് ആണ്. IN ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. IN ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് B1 ഫൈനൈറ്റ് ആയിരിക്കും എന്നൊരു കാര്യം കൂടെ ഓർക്കുക. എല്ലാ ANനും B1നേക്കാൾ ചെറുതാണ്. B1 ഈസ് ആൻ അപ്പർ ബൗണ്ട്. B1 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ഓൾ AN സച്ച് ദാറ്റ് n എലമെന്റ് ഓഫ്. ഈ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് B1. നമുക്ക് ഈ സെറ്റിന് ഒരു പേര് കൊടുത്തേക്കാം. S is equal to set of all AN. നമ്മൾ എഴുതിയ നെസ്റ്റഡ് ഇന്റർവെൽസിന്റെ എല്ലാം ലെഫ്റ്റ് എൻ പോയിന്റുകളാണ് സെറ്റ് ഓഫ് ഓൾ AN സച്ച് ദാറ്റ് n എലമെന്റ് ഓഫ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഇന്റർവെൽസിന്റെ എല്ലാം ലെഫ്റ്റ് എൻ പോയിന്റ് ആണ്. ഇതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. B1 അപ്പർ ബൗണ്ട് ഇംപ്ലൈസ് ഇറ്റ് ഹാസ് എ അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമം ഉണ്ട്. സുപ്രീമം എസ് എക്സിസ്റ്റ്. സുപ്രീമം എസ് എക്സിസ്റ്റ്. എന്നാ സുപ്രീമം ഉണ്ടാകാൻ കാരണം? ബിക്കോസ് B1 അപ്പർ ബൗണ്ട് ഓഫ് എസ്. B1 അപ്പർ ബൗണ്ട് ഉള്ളതുകൊണ്ട് ഇതിനൊരു സുപ്രീം ഉണ്ടാകും. സുപ്രീമത്തിന് ഞാനൊരു പേര് വിളിക്കാം. സുപ്രീമാണ് നമുക്ക് വേണ്ടപ്പെട്ട പോയിന്റ്. എല്ലാ ഇന്റർവെല്ലും ഉണ്ടാവും എന്ന് പറയാൻ പോകുന്ന പോയിന്റ് അതാണ്. ലെറ്റ് psi ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. ഈ സെറ്റിന്റെ സുപ്രീമാണ്. അതുകൊണ്ട് ഈ സെറ്റിലെ എല്ലാ പോയിന്റ്സും സുപ്രീമത്തെക്കാളും ചെറുതാണ്. AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ഫോർ ഓൾ n. psi ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്നുള്ളൊരു കാരണം മതി. എസ്സിലെ പോയിന്റ്സ് ആണ്. AN എലമെന്റ് ഓഫ് എസ് ആണ്. AN എസ്സിലെ പോയിന്റ്സ് ആണ്. ആ എസ്സുകളുടെ സുപ്രീമാണ് psi. അപ്പൊ പോയിന്റ്സ് എല്ലാം സുപ്രീമത്തെക്കാളും ചെറുതായിരിക്കും. AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi. ഒരു ഇന്റർവെലിന്റെ ഫോം എന്നാ? AN BN. അതിന്റെ അകത്ത് psi ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്നാ വേണ്ട? AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. AN BN എന്ന് പറയുന്ന ഇന്റർവെൽ, ഇതിലൊരു ഇന്റർവെലാണ് AN BN. അപ്പൊ എന്നാ കിട്ടി? AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi എന്ന് കിട്ടി. psi പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ മതി. psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്നും കൂടി നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമ്മളുടെ psi കോമൺ പോയിന്റ് ആണ് എന്നുള്ളതിന്റെ ഒരു പാർട്ടായി. ഇനി psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റ് psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n എലമെന്റ് ഓഫ് n. ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് psi IN എന്ന് പറയുന്ന ഏത് ഇന്റർവെല്ലിൽ വേണമെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിക്സ് എ പർട്ടിക്കുലർ BN. ഫിക്സ് BN ഫോർ സം n. ഫോർ സം n എന്ന് പറഞ്ഞാൽ BN അല്ല ഫിക്സ് ചെയ്തത്, n ആണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ഫിക്സ് സം n. ഇനി നമ്മൾ പറയാൻ പോകുന്നത് psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. psi എന്ന് പറയുന്നത് എന്നാ? എസിന്റെ സുപ്രീമ. എസിലുള്ളത് തന്നെ ANകളാണ്. അപ്പൊ എല്ലാ ANകളും BNനേക്കാൾ ചെറുതായാല് ANകളുടെ സുപ്രീമമായ psiയും BNനേക്കാൾ ചെറുതായിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സുപ്രീമം ഓഫ് S ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എസിലെ ആൾക്കാരെല്ലാം BNനേക്കാൾ ചെറുതാണെങ്കിൽ എസിലെ സുപ്രീമം, എസിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ANകളാണ്. അപ്പൊ നമ്മളൊരു BN ഫിക്സ് ചെയ്തിട്ട് എസിലെ ആളുകളെ പറ്റി ആലോചിക്കുക. എസ് തന്നെയാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എസിനെ എഴുതുന്നത്. മുമ്പ് AN സച്ച് ദാറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു n ഫിക്സ് ചെയ്ത് പോയത് കൊണ്ട് ഞാൻ അതിനെ AK സച്ച് ദാറ്റ്, K എലമെന്റ് ഓഫ് ദ സെറ്റ് ഓഫ് എസ് തന്നെയാണ്. മുമ്പ് എഴുതിയ എസ് തന്നെയാണ്. AK എന്ന് എഴുതുകയാണ്. നമുക്ക് n-ആയിട്ട് കമ്പയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ രണ്ട് കേസ് ആക്കുക. ഇത് എസ് തന്നെയാ. AN സച്ച് ദാറ്റ് n എലമെന്റ് ഓഫ് n തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ BN എടുത്തപ്പോൾ ഒരു n-ന് BN ഒരു 10 ആണെങ്കിൽ B 10 ആണെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ n ഉപയോഗിച്ച് ഫിക്സ് ചെയ്തു. പിന്നെ എല്ലാ ANകളും എഴുതാൻ n എന്ന്
അവിടെ എന്നിന് 10 എന്ന് ഫിക്സ് ചെയ്തു, അതുകൊണ്ട് അത് പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ വേറൊരു വേരിയേഷന് വേറൊരു പാരാമീറ്റർ എടുത്തു എന്നുള്ളൂ. കേസ് 1, ഇനി കെയും എന്നും തമ്മിലുള്ള ബന്ധം, കെയും സ്മോൾ എന്നും തമ്മിലുള്ള ബന്ധം, സ്മോൾ എന്നും ഫിക്സ് ചെയ്ത സ്മോൾ എന്നും കെയും തമ്മിലുള്ള ബന്ധം. ഇത് രണ്ടും നാച്ചുറൽ നമ്പേഴ്സാണ്, രണ്ടു തരത്തിലാകാം. എന്നെ 10 എന്നല്ല ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ അത് കെയുമായിട്ടുള്ള ബന്ധം. കെ എന്നാ വേണമെങ്കിലും ആകാം. നാച്ചുറൽ നമ്പേഴ്സ് 1 തുടങ്ങി ഏത് വേണമെങ്കിലും ആകാം. ഒന്നുകിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും, അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ കെ ആയിരിക്കും. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്ന് വിചാരിക്കാം. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയിൽ ഐഎന്നും ഐകെയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഐഎന്നും ഐകെയും തമ്മിലുള്ള ബന്ധം I1 ഏറ്റവും വലുത്, I2 അതിൽ ചെറുത്, I3 അതിൽ ചെറുത് എന്ന് പറഞ്ഞാൽ നമ്പർ കൂടുന്തോറും സെറ്റ് ചെറുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിവിടെ ഏതാ നമ്പർ കൂടുതൽ? കെ ആണ് നമ്പർ കൂടുതൽ. അപ്പോ അതിന്റെ ഐകെ ചെറുതാ. IN ഈസ് എ സൂപ്പർ സെറ്റ്. n ആണ് ചെറുത്, I1 ആണ് സഫിക്സിൽ ഏറ്റവും ചെറുത്, പക്ഷെ I1 ആണ് സെറ്റുകളിൽ ഏറ്റവും വലുത്. അപ്പൊ n ചെറുതാകുമ്പോൾ അതിന്റെ IN ആണ് വലുത്. IN സൂപ്പർ സെറ്റോ IK എന്ന് നമുക്ക് പറയാൻ പറ്റും. IN എന്ന് പറഞ്ഞാൽ AN BN ആർ ദ n പോയിന്റ്സ്. IK എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ AK BK. അപ്പോ നമുക്ക് എന്താ മനസ്സിലായ? IN ഈസ് എ സൂപ്പർ സെറ്റ്. അപ്പൊ പുറത്തെന്നാ ANഉം BNഉം, അകത്തെന്നാ AKയും BKയും. ചിലപ്പോ AKയും ANഉം ഈക്വൽ ആകാം, ചിലപ്പോ BKയും BNഉം ഈക്വൽ ആകാം. അതൊക്കെ വേറെ കാര്യം. ഇപ്പോ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എന്നാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എസിന്റെ സുപ്രീമം BNനേക്കാളും ചെറുതാണ്. അതിന് എസിലെ എല്ലാവരും BNനേക്കാൾ ചെറുതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. എസിലുള്ളത് ആരാ? AK. ഇപ്പൊ നമ്മൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയിൽ എസിലെടുത്തേക്കുന്നത് AK ആണ്. AK ഇങ്ങനെയാ, INഉം IKയും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാ. അപ്പൊ നമ്മൾ പോയിന്റ്സ് വരച്ചു നോക്കി, എന്നാലും നമുക്ക് കിട്ടി. വരച്ചു നോക്കിയതല്ല, ഇതിന്റെ n പോയിന്റ്സ് തമ്മിലുള്ള ഓർഡർ ഇതാണ്. AN AK BK BN ആണ്. നമുക്ക് എല്ലാവരെ പറ്റി ഒന്നും പറയണ്ട. നമുക്ക് ആരെ പറ്റിയാ പറയണ്ടേ? ഫിക്സ് n ആൻഡ് വി കൺസിഡർ ഓൾ AKs. ആൻഡ് ദിസ് കേസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയിലെ AK സെറ്റ് AK ആണ് നമ്മുടെ. ഇപ്പം AKകളുടെ സുപ്രീം എന്നാണ് ഇപ്പൊ നമ്മൾ വായിക്കുക. ANകൾ നേരത്തെ എഴുതി, ഇപ്പൊ എഴുതാത്തതിന് കാര്യം BNലെ നമ്മൾ n-നെ ഫിക്സ് ചെയ്തു. 10 എന്ന് ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിളിന്. n-നെ ഫിക്സ് ചെയ്തു. അപ്പോൾ ആ n എന്നുള്ള റെപ്രസെന്റേഷൻ ആ ഫിക്സ് ചെയ്ത വാല്യൂവിന് ഉപയോഗിക്കാനാണ്. അപ്പൊ വേരിയേഷൻ വരുന്നത് നമ്മൾ K എന്ന് ഉപയോഗിച്ച് എഴുതി. അപ്പൊ നമ്മൾ AK ആണ് BNുമായിട്ട് ഇപ്പൊ കമ്പയർ ചെയ്യുന്നത്. കേസ് 1 n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയിൽ നമുക്ക് എന്ത് കിട്ടി? AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n അല്ല K, ഫോർ ഓൾ K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. n ഫിക്സഡ് ആണ്, അതുകൊണ്ട് Kയെ പറ്റി നമുക്ക് പറയാം. n ഫിക്സഡ് ഫോർ ഓൾ K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ n-നേക്കാൾ വലിയ കെകളാണെങ്കിൽ AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഇനി n-നേക്കാൾ ചെറിയ കെകളാണെങ്കിൽ അത് നമ്മുടെ അടുത്ത കേസാണ്. കേസ് 2ല് Kയും n തമ്മിലുള്ള റിലേഷൻ അടുത്തത് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ n ഗ്രേറ്റർ ദാൻ K ഓർ K ലെസ് ദാൻ n. n ഗ്രേറ്റർ ദാൻ K എന്ന് പറയുമ്പോൾ INഉം IKയും പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ബന്ധം? വലിയ ഇൻഡെക്സ് വരുമ്പോൾ സെറ്റ് ചെറുതാണ്. IN ഈസ് എ സബ്സെറ്റ് ഓഫ് IK എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പറയേണ്ടി വരും. IN എന്ന് പറയുന്നത് എന്നതാ? AN BN എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. IK എന്ന് പറയുന്നത് എന്താ? AK BK എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. അപ്പോൾ IN സബ്സെറ്റ് ഓഫ് IK വരച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. IN സബ്സെറ്റ്, IN അകത്താ. അപ്പോൾ ANഉം BNഉം അകത്ത്. ഞാനൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഇത് തന്നെ ചെയ്താൽ മതി, വരച്ച് നോക്കിയാൽ മതി. സബ്സെറ്റ് പറയുന്നത് IKയുടേത് AKയും BKയും ആണ് n പോയിന്റ്സ്. ഇപ്പൊ എന്താ റിലേഷൻ? നമുക്ക് എന്താ റിലേഷൻ അറിയണ്ടേ? AKകളാണ് നമ്മുടെ സെറ്റസിൽ AKകളും BNഉം ആയിട്ടുള്ള AKയും BNഉം. മുമ്പേ നമുക്കറിയേണ്ടത് AKയും BNഉം ആയിരുന്നു. AKയും BNഉം. BNനെ ഫിക്സ് ചെയ്തു, AKയും BNഉം തമ്മിലുള്ള ബന്ധം. ഇപ്പോഴും നമ്മൾ AKയും BNഉം തമ്മിലുള്ള ബന്ധം പറഞ്ഞു. AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. ഇതൊക്കെ ഈക്വൽ ആയി പോയ AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ K ഗ്രേറ്റർ ദാൻ n. K ഗ്രേറ്റർ ദാൻ എന്നിലും AK ലെസ് ദാൻ BN. K ലെസ് ദാൻ n. K ലെസ് ദാൻ എന്നിലും K ലെസ് ദാൻ n. K ലെസ് ദാൻ എന്നില് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. മുമ്പ് കിട്ടിയ കേസ് 1ല് K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിലും AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. ഹെൻസ് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ K എലമെന്റ് ഓഫ് n എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എസിലെ പോയിന്റ്സ് ആണെങ്കിൽ എസിലെ എല്ലാ പോയിന്റ്സും BN-നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് സുപ്രീമം ഓഫ് S
സുപ്രീമം ഓഫ് എസ്. ഇതെല്ലാം എസിലെ എലമെന്റ്സ് ആണ്, എസ് എലമെന്റ്സ് ആണ്. സുപ്രീമം ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. എസിന്റെ സുപ്രീമത്തിന് എന്നാ നമ്മൾ വിളിച്ചിരുന്നത്? സൈ